ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മീൻ പിടിക്കുന്ന ഒരു കുളത്തിൽ പോയി അവിടുന്ന് ഫ്രഷ് മീൻ വാങ്ങിക്കൊണ്ടുവന്ന് അത് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കുന്നതാണ്. മീൻ പിടുത്തമൊക്കെ കണ്ട് മീനും വാങ്ങി വീട്ടിലെത്തി. മീൻ പിടിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിടാവേ. ഫസ്റ്റ് കഴിക്കണത് തന്നെ ആകാന്ന് കരുതി. ഇത് നല്ല പിടയ്ക്കണ മീനാണ്. സത്യത്തിൽ അതിനെ വെട്ടിക്കൊല്ലാനൊന്നും ആർക്കും വയ്യ. എന്നാൽ അത് സ്വാഭാവികമായി ചത്തിട്ട് ബാക്കി പരിപാടികളെല്ലാം ചെയ്യാന്ന് കരുതി ഞങ്ങളൊരു ബക്കറ്റിലിട്ട് വെയിറ്റ് ചെയ്ത് എത്ര സമയം നോക്കിയിട്ട് അത് ചെറുതായിട്ട് ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ തീരുമാനിച്ച് അച്ഛൻ പറഞ്ഞു എന്തായാലും ഒരു കത്തി എടുത്തോണ്ടോ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ കഴുത്തൊക്കെ കട്ട് ചെയ്തു തന്നു. അടുത്ത വീട്ടിൽ അമ്മച്ചി പറഞ്ഞു തന്നതാണ് ഈ ചാമ്പലിടുന്ന ഐഡിയ. ഈ മീന് നല്ല വഴുവഴുപ്പാണേ, അപ്പൊ ഈ ചാമ്പലിടുമ്പോ കുറച്ചുകൂടെ ഒന്ന് പിടിക്കാനുള്ള ഗ്രിപ്പൊക്കെ കിട്ടും. അങ്ങനെ ആ ഐഡിയ ഞങ്ങൾ ഉപയോഗിച്ച് നന്നായിട്ട് ചാമ്പലൊക്കെ ഇട്ട് കേട്ടോ. മീൻ കഴുകാനായിട്ട് ഇതാ ഗഗനുവിന്റെ അച്ചാമ്മ എത്തിയതേ മീനിന്റെ ബാക്കി ഈ ഇത്രയും കഷ്ണിച്ചിട്ടും അത് കിടന്ന് പെടയുന്ന കേട്ടോ. അയ്യോ എന്ന് ആർക്കും തോന്നരുതേ, ഇതെല്ലാം ദൈവം നമുക്ക് വേണ്ടിയൊക്കെ കഴിക്കാനല്ലേ ഉണ്ടാക്കിയിരിക്കും. കുളമീനല്ലേ, അതുകൊണ്ട് ചുറ്റും ആൾക്കാരൊക്കെ കൂടി കാണാൻ വേണ്ടിയിട്ട്. വീട്ടിലുള്ളവരൊക്കെ തന്നെയാണ് ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അച്ഛൻ വലിയ വലിയ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. മൊത്തത്തിൽ 200 രൂപയ്ക്ക് 3 മീൻ ഞങ്ങൾക്ക് കിട്ടി. 2 സിലോപ്പിയാണ്, ഒരെണ്ണം പേരറിയാത്തൊരു മീന്, ഉരുളനെന്നോ എന്നൊക്കെ വിളിക്കാം നമുക്ക്. രണ്ടാമത്തെ മീനിന്റെ പേര് അറിയുന്നവർ കമന്റ് ചെയ്യണേ തീർച്ചയായും. വൃത്തിയാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ സൈഡെല്ലാം കാലില് കത്തി വെച്ചിട്ട് ഇങ്ങനെ പതിയെ അറുത്തറുത്തറുത്ത് നല്ല മൂർച്ചയുള്ള വെട്ടുകത്തി കൊണ്ട് ഒരു വെട്ടിയിട്ട് ഇതിന്റെ കഴുത്ത് മുറിഞ്ഞില്ല. അപ്പൊ നമുക്ക് ആലോചിക്കാം ഇതിന്റെ പുറന്തോടിന്റെ കട്ടി. ഓരോന്നും വലുതായിട്ട് ഇങ്ങനെ ഇളകി വീണുകൊണ്ടിരിക്കുകയാണ്. വലിയ ചെതുമ്പലുള്ള മീനാണ് കേട്ടോ. എങ്ങാനും ഇതിന്റെ ഏതെങ്കിലും ഒരു ഭാഗം തട്ടി കൈമുറിഞ്ഞാൽ നല്ല കാന്തലായിരിക്കും. ചാമ്പലൂടെ ഇട്ടിരിക്കുന്നത് കൊണ്ട് സുഖമാണ്. ഈ മീനിന് വലിയ ബാഡ് സ്മെല്ലൊന്നുമില്ല. പക്ഷെ ഇതിന് മുന്നേ വേറൊരു വട്ടം വേറൊരു കുളത്തിൽ നിന്ന് വാങ്ങിയത് ഭയങ്കര സ്മെല്ലായിരുന്നു. എന്തായാലും പതിയെ ഇരുന്നേ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ക്ലീനാക്കി എടുക്കണം. പിച്ചാത്തിയിട്ട് എത്ര പിടിച്ചിട്ടും ചെതുമ്പല് പോയില്ല എന്ന് തോന്നണോണ്ട് ആദ്യം കഷ്ണങ്ങളാക്കി, പിന്നെ ഓരോ കഷ്ണം എടുത്തിട്ടും ചെതുമ്പല് കളയേണ്ട അവസ്ഥ. ഓരോ പീസാക്കി അറുത്ത് മുറിച്ച് ക്ലീനാക്കി മറ്റൊരു ചട്ടിയിലേക്ക് ഇട്ടോണ്ടിരിക്കും. അങ്ങനെ മീനൊക്കെ നന്നായിട്ട് വൃത്തിക്ക് കട്ട് ചെയ്ത് ചട്ടിയിലാക്കി. ഇനി ഈ മീനിനെ നന്നായിട്ട് കഴുകിയെടുക്കണം ഒരുപാട് വെള്ളത്തിൽ. നിങ്ങൾക്ക് കുളത്തിന് മീൻ ഇഷ്ടമാണോ, നിങ്ങൾ കഴിക്കുമെന്നൊക്കെ കമന്റ് ചെയ്യണേ. ഇവിടെ അച്ഛൻ എനിക്കാണെങ്കിൽ മീനെന്ന് കേട്ടാൽ മതി, ഞാൻ കഴിച്ചോളൂ. അപ്പൊ ഞങ്ങൾ പറഞ്ഞുകൊണ്ട് വന്ന കാര്യം, മീൻ നന്നായിട്ട് കഴുകി ഒരു ചട്ടിയിലിട്ട് അതിൽ നിന്ന് വെള്ളം കളഞ്ഞ് അടുത്ത വെള്ളത്തിലേക്ക് കഴുകി മാറ്റി. അങ്ങനെ കുറെ വെള്ളം നല്ല അടിപൊളിയായിട്ട് മീൻ കഴുകിയെടുത്ത് കേട്ടോ. ഇനി ഇവനെ നേരെ അടുക്കളയിലേക്ക് കൊണ്ടുപോകാം. വൃത്തിയാക്കല് പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോ 2 മണി, ചോറ് കഴിക്കേണ്ട സമയം കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ മീനിൽ മസാല പിടിച്ച് കിട്ടിയിട്ട് ഇതിനെ പൊരിച്ച് കഴിക്കണമെങ്കിൽ ഇനി ഒരു 2-3 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. അതിന് സമയം ഇല്ലാത്തത് കൊണ്ട് ഒരു 4-5 പീസ് ആദ്യം പൊരിക്കാന്ന് കരുതി. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പൂടെ ഇടണം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ മീൻ പൊരിക്കുമ്പോൾ എന്തൊക്കെയാണ് ചേർക്കണേ, സ്പെഷ്യലൊക്കെ ഒന്ന് പറയണേ കേട്ടോ. ഇനി നേരെ അടുത്ത അടുക്കളയിൽ കൊണ്ടുപോയിട്ട് ഇവനില് കുറച്ച് വെളുത്തുള്ളി കൂടെ ചതച്ച് ചേർക്കുന്നുണ്ട്. ചെറിയ ഉള്ളി, അങ്ങനെ പലർക്കും പല ഇഷ്ടങ്ങളല്ല. 4-5 പീസ് വെളുത്തുള്ളി ഇടികല്ലിൽ വെച്ച് നന്നായിട്ട് ഇടിച്ച് ചതച്ച് ഇതിലേക്ക് ചേർത്തിട്ട് എന്റെ ഒരു സജഷൻ ആയിരുന്നു കേട്ടോ. ഞാനൊരു വീഡിയോയിൽ തന്നെ കണ്ടതാണ്. മീന് പൊരിക്കുമ്പോൾ ഈ പൊടികളെല്ലാം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായിരിക്കും പൊതുവിൽ ഞങ്ങൾ ഇവിടെ ചേർത്തോണ്ടിരിക്കുന്നത് വെള്ളം തന്നെയാണ്. വെള്ളം ഒന്ന് കുടഞ്ഞിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കും. എന്നാൽ കുറച്ച് വെളിച്ചെണ്ണ ഇനി മുതൽ ഉപയോഗിക്കണേ. ആ വെളിച്ചെണ്ണ നമുക്ക് ഒരിക്കലും നഷ്ടമല്ല, മീനിന്റെ ടേസ്റ്റ് ഒന്നുകൂടെ വ്യത്യാസമാക്കേ ഉള്ളൂ. നന്നായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് കരിവേപ്പില ഇവിടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറെ നേരം വെക്കാനുള്ള സമയമില്ല. ഞാൻ പറഞ്ഞില്ലേ 2 മണി കഴിഞ്ഞായിരുന്നു. ഇപ്പൊ തന്നെ 1 മണിക്ക് ചോറ് കഴിക്കണ എനിക്ക് വയറാണെങ്കിൽ വിശന്നിട്ട് കണ്ണും കാണാനും വയ്യ. മീൻ പൊരിക്കാനായിട്ട് അടുക്കളയിൽ വന്നു. അടുക്കളയിൽ ഇതാ ഇളക്കിയ ചക്ക ഉണ്ടെന്ന്, ഒപ്പം ചൂര മീൻ കറിയുണ്ട്. ഇപ്പുറത്തൊരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ മീനിനെ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതില് പുളിച്ചിക്ക കറിയുണ്ട്. ചക്ക ഉണ്ടാകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ എന്തെങ്കിലും ഒരു കറിയുടെ കാണും. ഇതൊരു തോരനാണ്. മാളൊന്ന് വാങ്ങിച്ച ഒരെണ്ണം പയറുകൊണ്ട് ഉണ്ടാക്കിയതാണ്, പേരറിയത്തില്ല. എന്തായാലും നല്ല തോരനാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളത് കൊണ്ട് വാങ്ങണം. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഇതാ മീന് ചൂടായി ചട്ടിയിലേക്ക് നമ്മുടെ ഓരോ പീസ് മീനായിട്ട് എടുത്ത് വെച്ച് കൊടുത്തു. നല്ല ഫ്രഷ് വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കണം. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക മണമാണ്. വെളിച്ചെണ്ണയുടെയും മീനിന്റെ മസാലയൊക്കെ ചേർന്നിട്ട് നല്ല ടേസ്റ്റും ആയിരിക്കും കഴിക്കാൻ. അപ്പോൾ എന്തായാലും മീന് പൊരിഞ്ഞ് ഫ്രൈ ആയി വരുമ്പോഴേക്കും ചോറ് കഴിക്കാൻ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും. മീനിന്റെ മുകളിൽ കൂടെ കുറച്ച് വെളിച്ചെണ്ണ തൂക്കി കൊടുക്കാൻ. വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തത്. കുറച്ചുകൂടെ ചെറിയ പീസായിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുത്താൽ ഈസി ആയിരിക്കും. ഇത് ക്ലീനിങ്ങിന്റെ പാടുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്തത്. എന്തായാലും നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നുണ്ട് നമ്മുടെ വീഡിയോ. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണേ. ഒപ്പം നിങ്ങളുടെ കമന്റ്സും എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. പിന്നെ മറ്റൊരു കാര്യം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ചോറ് റെഡിയായി, മീൻ റെഡിയായി, എല്ലാം കൂടെ വെച്ചിട്ട് സൺഡേ ഉച്ചയ്ക്ക് ഒരു നല്ല പിടിപിടിക്കുകയാണ്. ബൈ.